പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷകൾ അടുത്തു വരുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഭയവും ഉത്കണ്ഠയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ചില വലിയ സത്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. ഒന്നാമതായി, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല എന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എബ്രായർ 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ. പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുമോ എന്ന പേടി തോന്നുമ്പോൾ ഈ വചനം ഓർക്കുക. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ തനിച്ചല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് വലിയൊരു മാനസിക പിന്തുണ നൽകും. ഈ ഉറപ്പ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. രണ്ടാമതായി, ഭയത്തെ അല്ല, സമാധാനത്തെ സ്വീകരിക്കുക. ദൈവം നമുക്ക് ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സൽബുദ്ധിയുടെയും ആത്മാവിനെയാണ് നൽകിയത്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കാണുന്നു. മാനസിക ആരോഗ്യം എന്നത് പരീക്ഷാ ഹാളിലെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഭയം നിങ്ങളുടെ ഓർമ്മശക്തിയെ തളർത്തും, എന്നാൽ സൗണ്ട് മൈൻഡ് നിങ്ങളുടെ ചിന്തകളെ വ്യക്തമാക്കും. നിങ്ങൾ കഴിവില്ലാത്തവരല്ല, മറിച്ച് ദൈവത്താൽ ശക്തിപ്പെട്ടവരാണെന്ന് സ്വയം വിശ്വസിക്കുക. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പ് കൃത്യമായ വിശ്രമം, ഉറക്കമൊഴിച്ചുള്ള പഠനം നിങ്ങളുടെ തലച്ചോറിനെ തളർത്തും. ആവശ്യത്തിന് ഉറങ്ങുന്നത് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സഹായിക്കും. രണ്ടാമതായി, പോസിറ്റീവ് ചിന്തകൾ. എനിക്ക് കഴിയില്ല എന്നതിന് പകരം ദൈവബലത്താൽ എനിക്ക് സാധിക്കും എന്ന് മനസ്സിനോട് നിങ്ങൾ പറയുക. ലക്ഷ്യബോധം. ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് പഠിക്കുക. ഓരോ ഭാഗം തീരുമ്പോഴും അത് നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന ഈ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ഉള്ളിലെ സങ്കടങ്ങളും പേടിയും അവിടുന്ന് മാറ്റണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദത്തം അവർക്ക് തുണയാകട്ടെ. പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ഓർത്തെടുക്കാനും ശാന്തമായ മനസ്സോടെ പരീക്ഷ എഴുതാനും കർത്താവെ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണമേ. പരാജയഭീതിയല്ല, മറിച്ച് അങ്ങയിലുള്ള പ്രത്യാശയാലും വിശ്വാസത്താലും അവരുടെ മനസ്സുകൾ നിറയട്ടെ. അങ്ങയുടെ ജ്ഞാനവും സമാധാനവും അവർക്ക് നൽകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി, അവരനുഗ്രഹിച്ചുകൊണ്ട് നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. ധൈര്യത്തോടെ എക്സാമിന് തയ്യാറാകുക. ദൈവം നിങ്ങൾക്ക് വലിയ ജയം നൽകും. മേ ഗോഡ് ബ്ലെസ് യു.